അമ്മ ചെയ്യുന്നു? ഇല്ല പ്ലീസ്. ഇല്ല ഞാൻ ചെയ്യുന്നില്ല. രണ്ടുപേരും കണ്ണോപ്പറേഷൻ ചെയ്തിപ്പോ അമ്മയ്ക്ക് കണ്ണൊക്കെ കാണാം കേട്ടോ. കണ്ണാടിയൊന്നും വേണ്ട. ഇപ്പൊ അമ്മയ്ക്ക് എന്നെ കാണുമ്പോ എന്റെ മുഖത്തൊക്കെ അങ്ങ് പാടാണ്. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നടക്കത്തില്ലല്ലോ. പിന്നെ ഇത് പിടിക്കുന്നതിന് ബുദ്ധി എന്നെ കൊണ്ട് പറ്റത്തില്ല പറഞ്ഞേക്കാം. ഓ, ആരെ കൊണ്ടാ പറ്റാത്ത? എന്തോ പാടാ ഇത്. കണ്ടതി പാതി തിന്ന വെന്തതി പാതി തിന്ന. അഞ്ചു തലയുള്ള സർപ്പം ആരെ കൊണ്ട് പോകുമ്പോഴാ കൃഷ്ണനെ ആരെ മുമ്പും ഇങ്ങനെ വെള്ളത്തിൽ കൂടെ കുടത്തി തല വെച്ചുകൊണ്ടുമ്പോ ഇങ്ങനെ മറച്ചു പിടിക്കുന്നു. മഴയും കൃഷ്ണനാ അതൊന്നും അറിയ ഓർമ്മയില്ലയോ കഥ. പാവം കോഴി. എന്നിട്ട് ആ കയറ് നമ്മളെ മരത്തെ ചുറ്റും കോഴിയെ കെട്ടിത്തൂക്കും. ചുരുക്കി പറഞ്ഞ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സന്തോഷത്തോടാണ് എന്നെ സ്വാഗതം. ദാ വെട്ടോത്തിയായിട്ട് ഒരാൾ മുമ്പിരിക്കുന്നുണ്ടോ? പുറകിന് അമ്മയുണ്ട്. ഇന്ന് നമ്മുടെ സരസു നമുക്കൊരു കാര്യം കാണിച്ചു തരും. എന്താണെന്നറിയോ? ഓല മടയാൻ പുള്ളിക്കാരിക്ക് നല്ലപോലെ അറിയാം. ഞാൻ പറഞ്ഞു എങ്കിലൊരു ഓല വെട്ടി മെടഞ്ഞു കാണിക്കണേ. മുറിയില്ലേ? ആദ്യം വെട്ടോത്തി ഒന്ന് തേച്ചിട്ടായിരുന്നെങ്കിൽ. ഓല രണ്ടായിട്ട് ആള് കീറുന്നു. ഇതിനെന്തോ ഏതോ അസുഖമുണ്ട് ഓലയ്ക്ക്. കണ്ട വെളുത്തിരിക്കുന്നു. ഇല്ലാണ്ട കലാപരിപാടി തുടങ്ങാൻ പോകുന്നു. അപ്പൊ ഇപ്പൊ തീരുമല്ലോ. രണ്ടെണ്ണം വിട്ടുവിട്ടാണോ? അങ്ങനെ കുഴപ്പമില്ല. അങ്ങനൊന്നും ഇല്ലേ? അമ്മയ്ക്കറിയാവോ? ഞങ്ങളുടെ അമ്മ ഇങ്ങനെ അപമാനിക്കരുത് കേട്ടോ. എന്നാലും അത് കാണുമ്പം ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കില്ലേ? രണ്ടെണ്ണം പൊക്കി ഒരെണ്ണം ഒന്ന് വിട്ട് അകത്തോട്ട് കയറ്റി. ഓ, ഇതെല്ലാവർക്കും അറിയാമായിരിക്കും. അറിയാത്തവർ കാണുമായിരിക്കും. ഓലക്കാലിലൊക്കെ ചെലന്തി വിലയാണെന്ന് തോന്നുന്നു കേട്ടോ. വൃത്തിയാക്കിയിട്ട് എടുത്താൽ മതിയായിരിക്കും. ഇനി എന്നെ കൂടെ ഒന്ന് ചെയ്യിപ്പിക്കുമോ പ്ലീസ്? അല്ല, ഞാനിവിടെ ഇരുന്ന് ചെയ്ത് നോക്കട്ടെ. അല്ലല്ല, എനിക്കൂടെ ചെയ്യണം പ്ലീസ്. അമ്മ ഒന്ന് പിടിച്ചു തരുമോ? അപ്പുറത്തെ ഒന്നിടവിട്ട് തിരിക്കും. പഠിച്ചു ചേട്ടനെ കാണി. ഇനി എന്റെ അടി പൊക്ക വിടുവോ? അത് എമ്മടാ ഇത്രയല്ലേ ഉള്ളൂ. ഇനി എന്താ ഇവിടെ? ഇനിയും പൊക്ക വിടണം. വേണ്ട അത്രേ ഉള്ളൂ. കണ്ടോണം. കണ്ടാ മതി. എളുപ്പം മനസ്സിലാവും. കണ്ടാ മതി, മനസ്സിലാവും. ഇനി ഇത് പൊക്കാനോ? ഇത് പൊക്കി ഇത് പൊക്കും. എടുത്താൽ മതി. ഇതില്ലേ? അമ്മ ചെയ്യുന്നോ? ഇല്ല, ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ ചെയ്യുന്നില്ല. ഇനി എന്തോ ബാക്കി? ഓ, ഇനി അടുക്കുവോ? ഓ, അവിടെ ഇങ്ങനെ തിരിച്ചു വെച്ചോരണോ അല്ലേ? ഈ ഒറ്റക്ക് ഊരിപ്പാതിരിക്കാനാ? ഇത് കംപ്ലീറ്റ് ആക്കണോ അപ്പൊ അല്ലേ? ഇപ്പൊ പക്ഷെ ഒന്നും ഓല ഉപയോഗിക്കാറില്ല അല്ലേ? ഷീറ്റാ. അല്ല, ഇപ്പൊ ഓല ഇട്ട വീടുണ്ടോ? ഇല്ലല്ലോ, കട്ടായിപ്പോയി. ഓ, നോക്ക്. ആവശ്യമുള്ള ഓളാന്നോ? ആവശ്യമുള്ളവര് വിളിക്കും. അതിലും വലിയ സിനിമയായിട്ട് പടം പിടിക്കുക. ഓൺ ഗോൾ അല്ലേ? നാട്ടിൽ വന്ന ഉടനെ ചോദിക്കും സരസു എന്ത് ചെയ്യുന്നു. ശരി, നമുക്ക് ഈ വീഡിയോ കഴിഞ്ഞ് ആരെങ്കിലും തിരക്കുന്നോ നോക്കാം. അപ്പൊ സരസുവിനെ ഇഷ്ടമുള്ളവരെല്ലാം ഒന്ന് ഹായ് പറഞ്ഞേക്കണേ. തിരിച്ച് കയറ്റുമോ അല്ലേ? ഓ, അവിടുന്ന് അറ്റം അങ്ങോട്ട് കയറ്റുമോ അല്ലേ? കഴിഞ്ഞു ഇതിവിടെ അല്ലേ? നീ അവിടെ എന്ത് ചെയ്യും? കണ്ടു പഠിക്കണം. വയസ്സാം കാലത്ത് നീ എന്തോ കൊടുക്കാനാണ്? കൊച്ചിനെ കെട്ടിക്കാറായി. എന്തിനാ? അഴിഞ്ഞു പോകാതിരിക്കാനാണോ? വല്ല വന്നമ്മേ വല്ല ഉണ്ടാക്കാം. എന്തോ ഉണ്ടാക്കാൻ പോവാ കേട്ടോ. അതൊന്നും എനിക്കറിയില്ല. നമുക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ കാണാം. എന്റെ ആർക്കും വിട്ടു കൊടുക്കല്ലേ ഉമ്മാതെ ആണക്കേട്. ഇതുണ്ടാക്കുന്നതാണോ? ആ, ശരി. മോഷണോ ദുർനടപ്പോ ഒന്നും പോകാത്തത് ഒഴിച്ച് ബാക്കി എല്ലാം നല്ല ജോലികൾ. അറിയാവോ? എത്ര? രണ്ടെണ്ണോ മൂന്നെണ്ണം കൂട്ടി കെട്ടുവാണോ? 3ഉം 2ഉം ഒക്കെ ചേർത്ത് കിട്ടും അല്ലേ? ആ കൊട്ട പോലത്തേന് പറയുന്ന വല്ലവെന്നാണോ? ഇത് കെട്ട് കഴിഞ്ഞ മുടിത്തുമ്പ് കെട്ടി വെച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലോ.
അങ്ങനെ താണ്ട ഇത് ഏതാണ്ട് കംപ്ലീറ്റ് ആയി. ഓ ചൊവ്വനൊക്കെയാ ഒന്നും മാറിയിട്ടൊന്നുമില്ല. ഇപ്പോഴും ആൾക്കാർ എന്തുമാത്രം കുറച്ച് തുണിയിടാവോ അത്രയും തുണിയിട്ടാ നടക്കുന്നത്. പിന്നെ സീരിയൽ കണ്ടിട്ട് ബ്ലൗസ് ഇട്ടിരിക്കുന്നു, പാന്റും ഇവിടെ പൂക്കളും എല്ലാം കാണാം. അപ്പൊ പറഞ്ഞു നീ എന്തൊരു വൃത്തികേടാടി കാണിച്ചോണ്ടിരിക്കുന്നേ, ദൂരക്കടടി അതൊക്കെ കാണിച്ചാലല്ലേ ആൾക്കാർ നോക്കുന്നേ. അപ്പൊ അതാണ് അഹങ്കാരം. എത്രയും കുറച്ച് തുണിയിടുവോ ഇതൊന്നും അതിനകത്ത് വരില്ലേ? ഇല്ല, നമ്മളൊക്കെ തുണിയിട്ടിട്ടുണ്ടല്ലോ. ഇട്ട് നോക്കാം, അതിന്റെ സുഖം ഒന്ന് വേറെ ആയിരിക്കും. ആരും നോക്കും. എല്ലാവരും വിളിക്കാൻ വരുമോ ഈ സംഭവം ചെയ്തു തരാൻ? ഏതാ വരാൻ അറിയാൻ പറ്റുമോ? നമ്മുടെ ഓലമടച്ചിലില്ല കഴിഞ്ഞു. നീ എന്തിനാ വിട്ടെത്തി? വല്ല ഇങ്ങനെയാണ് പിന്നെ. ഓ അത് ശരി. എന്നാ വല്ലം ഉണ്ടാക്കുവാണ്. ഈ വല്ലം എന്താണെന്ന് ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് കാണാം. എനിക്കും അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ലേ. അതിനായിരിക്കും മടൽ ഊരുന്നത്. മടലല്ലല്ലോ, എന്തേലും പറയുന്ന മടപ്പുളിയോ? ഈ സാധനത്തിന് പറയുന്ന പേരാ മടപ്പുളി. അപ്പം അറിയാത്തവരൊക്കെ കേട്ടോ. ആണ്ടാ ഓലയെന്ന് ഇങ്ങനെ ചീകി ഇടുന്നതിന് പറയുന്ന മടപ്പുളി എന്ന് പറഞ്ഞു. അങ്ങനെ 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 കൊട്ട പോലെ വള്ളി വെച്ച് വാതല് എഴുതിയതോ. അപ്പൊ എന്ത് വള്ളിയാ ഇവിടെ ഉപയോഗിക്കുന്നത്? മഴവള്ളിയോ? മഴവള്ളിക്ക് വിലം കാണും അത്രയ്ക്ക്? അല്ല കയറിട്ട് കിട്ടും. ഇത് വട്ടത്തിൽ ചുറ്റി കിട്ടുമോ? ഇങ്ങനെ അങ്ങ് അടുക്കൂല്ലേ, ചുരുങ്ങും, എലാസ്റ്റിക് പോലെ. എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതാന്ന്, എന്നോട് ഇങ്ങോട്ട് പറഞ്ഞല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ അറിയാമായിരുന്നു. ഞാനിതൊന്നും കണ്ടിട്ടില്ല. ഇത് നല്ല ബാഗ് പോലെ ഉണ്ടല്ലോ. കണ്ടോണം ബാഗാന്നോ ബക്കറ്റാന്നോ. ഞങ്ങളെ ഓരോ വല്ലം പോച്ച പറിച്ചോണ്ട് വരുന്നത് ഇതിനകത്ത് ഇങ്ങനെ എന്ത് ചെയ്യും? ഇതിനകത്തല്ലേ അമ്മ എങ്ങനെ അമ്മ പോച്ച പറിച്ചോണ്ട് വരുന്നത്? പെട്ടെന്ന് അമ്മ വരുമ്പോണ്ടല്ലോ ഓല കീറി അങ്ങോട്ട് എടുക്കും. വല്ലം കെട്ടിട്ട് എന്നാണ് വല്ലം കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അതിനൊരു വല്ലം പോച്ച വേണം, ഇല്ലെങ്കിൽ അന്ന് പാലില്ല. കുട്ടി കിട്ടും. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതൂടെ അവിടെ നിക്കമ്മ. കാപ്പും ദീപവും ഒക്കെ ഇപ്പൊ കണ്ടോ മങ്ങിയല്ലേ? പിടിക്ക് അമ്മ. അമ്മയ്ക്ക് ചപ്പടാനും കിട്ടി. നാളെ തൊട്ട് മിറ്റം നോക്കുന്ന ചപ്പയിനകത്തിടാം. ഇവിടെല്ലാം പെണ്ണുങ്ങളെ ചാടി കിടക്കുന്നുണ്ട്. പിന്നാണോ? പിന്നെ വേണ്ട അങ്ങനുണ്ട്. അടിപൊളി. പഠിക്കുക കേട്ടാ. മടൽ വെച്ച് അവാർഡ് തരും. പിന്നല്ല അവൾ കുറച്ചുകൂടെ അതിൻ്റെ ഈ മടപ്പുളിയോ മടപ്പുളി അത് ചെത്തിക്കളഞ്ഞിരുന്നേൽ കുറച്ചുകൂടെ അത് നല്ലപോലെ ആയേന്. അറക്കി എഴുന്നള്ളുമ്പം മണ്ടയ്ക്ക് കുട പിടിക്കത്തില്ലേ? അതുപോലെ അതുകൊണ്ട് തലയുടെ മണ്ടയ്ക്ക് ദേവിയാ. എന്നെ മനസ്സിലായതിനെ. ദേവിയാ അവൾ. ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് കുട പിടിക്കാൻ. ഓ ഇനി അടുത്ത അറ്റാച്ച്മെന്റ് ആണോ? എന്തോ കാതോ പിടിയോ? അല്ലല്ലോ ഇത് ഇവിടെ പൊങ്ങിരിക്കുന്നില്ലേ? ഓ വേണ്ടേ പിൻ ഒക്കെ കുത്തി വെക്കുന്ന പോലെ. അത് ശരി. ഇതാ പൊങ്ങി നിൽക്കുന്നതിന് വേണ്ട നമ്മൾ പിൻ കുത്തുന്ന പോലെ. അത് അമങ്ങിയല്ലേ കിടക്കുന്നു. അപ്പോൾ വല്ലം ഉണ്ടാക്കാൻ എല്ലാവരും നിമിഷ നേരം കൊണ്ട് ആള് റെഡിയാക്കി എടുത്തു. പണ്ടത്തെ കാലത്ത് പറമ്പിലൊക്കെ ഈ പുല്ല് പറിക്കാൻ പോകുമ്പോൾ ഇങ്ങനെയാണെന്നാണ് സരസു പറയുന്നത് കേട്ടോ. അവരൊക്കെ ഇങ്ങനെ പുല്ല് പറിക്കാൻ പോകുമ്പോൾ പുല്ല് പറിച്ചിട്ട് ഇതാ ഇങ്ങനെ പുല്ല് കൊണ്ടുവരുന്നതെന്ന് വീടുകളിലോട്ട്. മാങ്ങാപ്പറിക്കാരുടെയും കൊട്ട ഇതാന്നോ? അത്ര വെയിറ്റ് താങ്ങുമോ ഇതേല്? മാങ്ങ അത്ര വെയിറ്റ് ഇതേ താങ്ങുമോ മാങ്ങാപ്പറിക്കാരുടെ? പറിച്ചു വെക്കും. കോഴിക്കൂടോ? തുമ്പെല്ലാം കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തൂത്ത് പിടിച്ച് കെട്ടിയിട്ട് നമ്മുടെ തലമുടി തൂത്ത് കേട്ടതില്ല അതുപോലെ കെട്ടിട്ട് ആ തുമ്പെല്ലാം അവിടെ വളച്ച് ഇങ്ങനെ കെട്ടും. കെട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമല്ലേ, ഇങ്ങനെയല്ലേ കോഴിക്കൂടെ. എന്നിട്ട് ഇതിന്റെ ഇടയ്ക്ക് കൂടെ കമ്പ് വരും. ഞാൻ അങ്ങനെ ഉണ്ടാക്കും. കോഴിയെ നിർത്തുവോ അപ്പം? ഇതിനകത്ത് പിടിച്ചിട്ട് ഇത് അപ്പം ഇത് മൊത്തം സെറ്റായില്ലേ കമ്പ് വെച്ച്. ഓ അകത്ത് കമ്പ് വെക്കും. എന്നിട്ട് ഇത് ഇതിനകത്ത് ഒരു വാതിലിടും കോഴിക്ക്. എന്നിട്ട് ഞാനങ്ങനെ പിടിച്ചു അങ്ങനെ ഇട്ടിട്ടുണ്ട്. ശരി. പണ്ടത്തെ മരത്തേല് കയറത്തെ കൊണ്ടുപോക്കോ? കയറ് കെട്ടും. അല്ല എന്നിട്ട് ഈ കൊട്ട മരത്തെ കൊണ്ടുപോക്കോ? അതെന്തിനാ? കാടനൊക്കെ കൊണ്ടുപോയി മരപ്പെട്ടിയും കൊണ്ടുവരിക്കാൻ കോഴിയെ. അത് ശരി. ഇത് കേട്ടല്ലോ സരസു പറഞ്ഞു കേട്ടോ പണ്ട് കോഴിയെ വളർത്തുന്നത് എങ്ങനെയായിരുന്നു. അല്ല വാതിലിട്ട് കോഴിയെ കെട്ടും. ഇപ്പൊ കയറ് കെട്ടും. കയറ് കെട്ടിട്ട് നമ്മള് വെള്ളം കോരുന്ന പോലെ ഇല്ലേ, ഇത് കോഴിയെ കയറ്റി മേളോട്ട് കയറ്റും. പാവം കോഴി.
എന്നിട്ട് ആ. ഇത് ആ കയറ് ഇത് മേളിൽ ചെല്ലും. ആ കയറ് നമ്മളെ മരത്തെ ചുറ്റും രാവിലെ കഴിച്ചു അഴിച്ചുവിടും. കോഴിയെ കെട്ടിത്തൂക്കും ചുരുക്കി പറഞ്ഞ. അല്ല മനസ്സിലായി എനിക്ക്. കോഴിക്കൂട് പോലെ കോഴിക്കൂട് പോലെ അത് പൊക്കും, ക്രെയിനൊക്കെ പൊക്കുന്ന പോലെ. അത് തന്നെ. കാണിച്ച് വീഡിയോ പറഞ്ഞു നിർത്താൻ എനിക്ക് വേണ്ടി ഒന്ന് പറ. എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സരസുവിന്റെ റിക്വസ്റ്റ് ആണ്. ഞങ്ങളെ എല്ലാരും അപ്പൊ സരസുത എന്നെല്ലാം ചെയ്തു കാണിച്ചു കണ്ട ഇതല്ല. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണേല്, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ വരുന്നവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാരും കാത്തിരിക്കണം. അപ്പൊ ബൈ. ഒരു ബൈ പറഞ്ഞു. ബൈ. ശരി.